നമസ്കാരം. RH, LH എന്നിവയുടെ ഗ്രൈൻഡിംഗ്, വി ടൂൾ, സൈഡ് കട്ടിംഗ് ടൂളുകൾ, പാർട്ടിംഗ് ടൂളുകൾ എന്നിവയെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നമുക്കിപ്പോൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. ഗ്രൈൻഡിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യാൻ, റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ടൂളുകൾ ഗ്രൈൻഡ് ചെയ്യാൻ, മെട്രിക് 60 ഡിഗ്രി ത്രെഡുകളുടെ ത്രെഡിംഗ് ചെയ്യുന്നതിനുള്ള വി ടൂളുകൾ ഗ്രൈൻഡ് ചെയ്യാൻ, സൈഡ് കട്ടിംഗ് ടൂൾ ഗ്രൈൻഡ് ചെയ്യാൻ, പാർട്ടിംഗ് ടൂൾ ഗ്രൈൻഡ് ചെയ്യാൻ, ഒരു പ്ലെയിൻ ബെവൽ പ്രൊട്ടക്ടർ ഉപയോഗിച്ച് ആംഗിൾ പരിശോധിക്കാൻ. നമുക്കിപ്പോൾ ഒരു റൈറ്റ് ഹാൻഡ് ടൂൾ ഗ്രൈൻഡ് ചെയ്യാൻ പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അതിൻ്റെ ഡയമെൻഷനു വേണ്ടിയുള്ള വർക്ക് പീസ് പരിശോധിക്കുക. വ്യത്യസ്ത ഗ്രേഡ് ഫയലുകൾ ഉപയോഗിച്ച് 12 mm സ്ക്വയർ ഇൻറ്റു 160 mm നീളമുള്ള 2 വർക്ക് പീസ് തയ്യാറാക്കുക. ഡയഗ്രാം അനുസരിച്ച് ഫേസുകൾ എ, ബി, സി, ഡി, ഇ എന്ന് പേര് നൽകുക. ഡയഗ്രാം അനുസരിച്ച് 19 mm അകലത്തിൽ ഫേസ് എയിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അടയാളപ്പെടുത്തുക. 30 ഡിഗ്രി ആംഗിൾ പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടറിൽ സജ്ജമാക്കുക. ഡയഗ്രാം അനുസരിച്ച് ഒ പോയിന്റിൽ നിന്ന് എ ഫേസിൽ 30 ഡിഗ്രി ആംഗിൾ ലൈൻ മാർക്ക് ചെയ്യുക. ഡയഗ്രാം അനുസരിച്ച് പി പോയിന്റിൽ നിന്ന് എ ഫേസിൽ 30 ഡിഗ്രി ആംഗിൾ ലൈൻ വീണ്ടും മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ച്, ബോൾ പിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് പഞ്ച് മാർക്ക് ചെയ്യുക. കൈകൊണ്ട് വീൽ തിരിച്ച് ഫ്രീ റൊട്ടേഷൻ നിരീക്ഷിക്കുക. ശരിയായി കറങ്ങുന്നുണ്ടോ എന്ന് ഗ്രൈൻഡിംഗ് വീലുകൾ പരിശോധിക്കുക. PPE വിവരണം: ഗോഗിളുകൾ, ഗ്ലൗകൾ, ഷൂ, ആപ്രൺ. വീൽ ഡ്രസ്സർ ഉപയോഗിച്ച് വീലുകൾ ഡ്രസ്സ് ചെയ്യുക. വീൽ ഫേസിൽ നിന്ന് കുറഞ്ഞത് 2 to 3 mm വരെ ഗ്യാപ്പ് നിലനിർത്താൻ ടൂൾ റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഗ്രൈൻഡിംഗ് വീലിൻ്റെ മുൻഭാഗത്തേക്ക് 30 ഡിഗ്രി ഹൊറിസോണ്ടലായി ടൂളിൻ്റെ സൈഡ് ഫ്ലാങ്ക് ഹോൾഡ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ടൂളിൻ്റെ 2/3 വീതി മറയ്ക്കുന്നതിന് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഗ്രൈൻഡ് ചെയ്യാൻ ടൂൾ ഇടത്ത് നിന്ന് വലത്തോട്ട് തിരിച്ച് നീക്കുക. എഡ്ജിൻ്റെ ആദ്യം വീലിൽ സ്പർശിക്കുന്ന അടിഭാഗം 8 ഡിഗ്രി സൈഡ് ക്ലിയറൻസ് ആംഗിൾ ഗ്രൈൻഡ് ചെയ്യുക. തേർട്ടി ഡിഗ്രിയുടെ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും 4 ഡിഗ്രി ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിളും ഒരേ സമയം ഗ്രൈൻഡ് ചെയ്യുക. ഉപകരണത്തിൻ്റെ മുകൾ ഭാഗം 14 ഡിഗ്രി ചെരിഞ്ഞ വീൽ ഫേസിന് നേരെ പിടിക്കുക. പിൻഭാഗം ആദ്യം ചക്രവുമായി ബന്ധപ്പെടുക. 14 ഡിഗ്രി സൈഡ് റേക്ക് ആംഗിൾ ഗ്രൈൻഡ് ചെയ്യുക. ഗ്രൗണ്ട് ഭാഗം സൈഡ് കട്ടിംഗ് എഡ്ജിന് സമാന്തരമാണെന്ന് ഉറപ്പാക്കുക. ഫിനിഷിംഗ് വീലിലെ എല്ലാ ഫേസും ഗ്രൈൻഡ് ചെയ്യുന്നു. നോസ് റേഡിയസ് ഏകദേശം 0.4 mm ഗ്രൈൻഡ് ചെയ്യുക. ആംഗിൾ ഒരു പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് പരിശോധിക്കുക.
കട്ടിംഗ് എഡ്ജ് ഒരു ഓയിൽ സ്റ്റോൺ ഉപയോഗിച്ച് ലാപ്പ് ചെയ്യുക. മുകളിലെ റാക്ക്, അതായത് ബാക്ക് റാക്ക്, ആംഗിൾ 4 ഡിഗ്രിയിൽ സൂക്ഷിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ടൂൾ ഗ്രൈൻഡ് ചെയ്യാൻ ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്ന അതേ നടപടിക്രമം പിന്തുടരുക. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കട്ടിംഗ് ടൂൾ ഗ്രൈൻഡിംഗ് പഠിക്കാം. 12 mm സ്ക്വയർ ഇൻറ്റു 110 mm നീളമുള്ള വർക്ക് പീസ് വ്യത്യസ്ത ഗ്രേഡ് ഫയലുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഡയഗ്രാം അനുസരിച്ച് ഫേസുകൾക്ക് എ, ബി, സി, ഡി, ഇ എന്ന് പേര് നൽകുക. ഡയഗ്രാം അനുസരിച്ച് എ ഫേസിന് ഒരു 19 mm അകലത്തിൽ ഹൊറിസോണ്ടൽ ലൈൻ അടയാളപ്പെടുത്തുക. പ്ലെയിൻ ബെവൽ പ്രൊട്ടക്ടറിൽ 25 ഡിഗ്രി ആംഗിൾ സജ്ജമാക്കുക. ഡയഗ്രാം അനുസരിച്ച് ഒ പോയിന്റിൽ നിന്ന് എ ഫേസിലേക്ക് 25 ഡിഗ്രി ആംഗിൾ ലൈൻ അടയാളപ്പെടുത്തുക. ഡോട്ട് പഞ്ച്, ബോൾ പീൻ ചുറ്റിക എന്നിവ ഉപയോഗിച്ച് പഞ്ച് മാർക്ക് ചെയ്യുക. വീലും ടൂൾ റെസ്റ്റും തമ്മിലുള്ള വിടവ് പരിശോധിക്കുക. വിടവ് 2 to 3 mm വരെ നിലനിർത്തുക. സൈഡ് കട്ടിംഗ് എഡ്ജ് ബ്ലാങ്ക് എഡ്ജുമായി യോജിക്കുന്നു. അവസാനം കട്ടിംഗ് എഡ്ജ് 25 ഡിഗ്രി ആംഗിൾ ചരിഞ്ഞിരിക്കുന്നു. സൈഡ് കട്ടിംഗ് എഡ്ജിൻ്റെ നീളം ടൂൾ ബ്ലാങ്കിൻ്റെ സ്ക്വയർ ക്രോസ് സെക്ഷൻ്റെ വലിപ്പത്തിന് തുല്യമായി നിലനിർത്തുന്നു, അതായത് 12 mm. വീലിന് നേരെ ബ്ലാങ്ക് ആയി പിടിക്കുക. അവസാനം കട്ടിംഗ് എഡ്ജ് ആംഗിൾ 20 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെ ഗ്രൈൻഡ് ചെയ്യുക. 14 ഡിഗ്രി സൈഡ് റേക്ക് ആംഗിൾ ഗ്രൈൻഡ് ചെയ്യുക. ആംഗിൾ ഗാമ. 6 ഡിഗ്രി സൈഡ് ക്ലിയറൻസ് ആംഗിൾ ഗ്രൈൻഡ് ചെയ്യുക. ആംഗിൾ ആൽഫ. 6 ഡിഗ്രി ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ ഗ്രൈൻഡ് ചെയ്യുക. ആംഗിൾ ആൻ. ടൂളിൻ്റെ പോയിന്റിൽ R0.4 മുതൽ R0.6 mm വരെ നോസ് റേഡിയസ് ഗ്രൈൻഡ് ചെയ്യുക. 0.2 to 0.3 mm വരെ നീളമുള്ള ഒരു ഫ്ലാറ്റ് ഗ്രൈൻഡ് ചെയ്യുക. ടാസ്ക് 3 ഗ്രൈൻഡിംഗ് പാർട്ടിംഗ് ടൂൾ. 12 mm ഇൻറ്റു 20 mm ഇൻറ്റു 150 mm നീളമുള്ള വർക്ക് പീസ് വ്യത്യസ്ത ഗ്രേഡ് ഫയലുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഉപകരണത്തിൻ്റെ കനം, വീതി എന്നിവയ്ക്ക് തുല്യമായ നീളത്തിൽ ഉപകരണത്തിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. പരുക്കൻ ഗ്രൈൻഡിംഗ് വീലിൽ ഉപകരണത്തിൻ്റെ കനം പകുതി ഗ്രൈൻഡ് ചെയ്യുക. 4 ഡിഗ്രി ടു 6 ഡിഗ്രി വരെ ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിളും ടോപ്പ് റേക്ക് ആംഗിളും ഗ്രൈൻഡ് ചെയ്യുക. 2 ഡിഗ്രി ടു 4 ഡിഗ്രി വരെ ടൂളിൻ്റെ ഓരോ വശത്തും സൈഡ് ക്ലിയറൻസ് ആംഗിൾ ഗ്രൈൻഡ് ചെയ്യുക. വീലിൻ്റെ ഫേസിലേക്ക് 55 ഡിഗ്രി ആംഗിളിൽ ടൂൾ ഹോൾഡ് ചെയ്യുക. ടൂളിൻ്റെ ഇടതുവശത്ത് 27.5 ഡിഗ്രി ഗ്രൈൻഡ് ചെയ്യുക. ടൂളിൻ്റെ 55 ഡിഗ്രി ഉൾപ്പെടുത്തിയ ആംഗിൾ ലഭിക്കുന്നതിന് ടൂളിൻ്റെ വലതുവശത്ത് മുകളിൽ പറഞ്ഞ നടപടിക്രമം ആവർത്തിക്കുക. മിനുസമാർന്ന ഗ്രൈൻഡിംഗ് വീൽ ഉപയോഗിച്ച് എല്ലാ വശങ്ങളും പൂർത്തീകരിക്കുക. പ്ലെയിൻ ബെവൽ പ്രൊട്ടക്ടർ ഉപയോഗിച്ച് ടൂൾ ആംഗിളുകൾ പരിശോധിക്കുക. കട്ടിംഗ് പോയിന്റ് ശ്രദ്ധാപൂർവം മിനുസമാർന്ന വീലിൽ ഗ്രൈൻഡ് ചെയ്യുക. അവസാനം കട്ടിംഗ് അരികുകളിൽ ഓയിൽ സ്റ്റോൺ പ്രയോഗിച്ച് ടൂൾ ലാപ്പ് ചെയ്യുക.
നമുക്ക് V60 ത്രെഡിംഗ് ടൂൾ ഗ്രൈൻഡിംഗ് ചർച്ച ചെയ്യാം. mm ഇൻറ്റു 8mm ഇൻറ്റു 150mm വലിപ്പത്തിൽ വ്യത്യസ്ത ഗ്രേഡിലുള്ള ഫയലുകൾ ഉപയോഗിച്ച് വർക്ക് പീസ് തയ്യാറാക്കുക. ഉപകരണത്തിന്റെ കട്ടിക്ക് തുല്യമായ നീളത്തിലും വീതി ഉപകരണത്തിന്റെ പകുതി കനത്തിലുമായിരിക്കണം V ടൂൾ ഗ്രൈൻഡ് ചെയ്യേണ്ടത്. 4 ഡിഗ്രി ടു 8 ഡിഗ്രി വരെ ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ ഗ്രൈൻഡ് ചെയ്യുക. ഫേസ് ബിയിൽ മാർക്കിംഗ് മീഡിയ പ്രയോഗിക്കുകയും ഫേസ് സിയിൽ നിന്ന് 4mm അകലത്തിൽ ഒരു ലൈൻ അടയാളപ്പെടുത്തുകയും ഫേസ് എയിൽ നിന്ന് 8mm അകലത്തിൽ ഒരു ലംബ വര അടയാളപ്പെടുത്തുകയും ചെയ്യുക. പരുക്കൻ ഗ്രൈൻഡിംഗ് വീൽ ഉപയോഗിച്ച് ഉപകരണത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ള അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. ഡയഗ്രാം അനുസരിച്ച് 60 ഡിഗ്രി വി രൂപപ്പെടുത്തുന്നതിന് ഇടതുവശത്തും വലതുവശത്തും 30 ഡിഗ്രി ആംഗിൾ അടയാളപ്പെടുത്തുക. ചക്രത്തിന്റെ ഫേസിൽ 60 ഡിഗ്രി ആംഗിളിൽ ടൂൾ പിടിക്കുക. ഉപകരണത്തിന്റെ ഇടതുവശത്ത് 30 ഡിഗ്രി ഗ്രൈൻഡ് ചെയ്യുക. ടൂളിന്റെ 60 ഡിഗ്രി ഉൾപ്പെടുത്തിയ ആംഗിൾ ലഭിക്കുന്നതിന് മുകളിലെ നടപടിക്രമം ടൂളിന്റെ വലതുവശത്ത് ആവർത്തിക്കുക. ടൂളിന്റെ ഓരോ വശത്തും 3 ഡിഗ്രി ടു 5 ഡിഗ്രി വരെ സൈഡ് ക്ലിയറൻസ് ആംഗിൾ ഗ്രൈൻഡ് ചെയ്യുക. മിനുസമാർന്ന ഗ്രൈൻഡിംഗ് വീൽ ഉപയോഗിച്ച് എല്ലാ വശങ്ങളും പൂർത്തിയാക്കുക. സെന്റർ ഗേജ് ഉപയോഗിച്ച് ടൂൾ പരിശോധിക്കുക. ഉപകരണത്തിന്റെ ഗേജിലൂടെയും കട്ടിംഗ് അറ്റങ്ങളിലൂടെയും ഒരു പ്രകാശവും കടന്നു പോകരുത്. മിനുസമാർന്ന ചക്രത്തിൽ 0.14 ഇൻറ്റു പിച്ചിലേക്ക് കട്ടിംഗ് പോയിന്റ് ശ്രദ്ധാപൂർവം ഗ്രൈൻഡ് ചെയ്യുക. അവസാനം കട്ടിംഗ് അരികുകളിൽ ഓയിൽ സ്റ്റോൺ പ്രയോഗിച്ച് ടൂൾ ലാപ്പ് ചെയ്യുക. റീക്യാപ്പ് ചെയ്യാൻ നിങ്ങൾ ഇനി പറയുന്നവ പഠിച്ചു. ഗ്രൈൻഡ് ചെയ്യാൻ സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുക. ഗ്രൈൻഡ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ടൂൾ. മെട്രിക് 60 ഡിഗ്രി ത്രെഡുകളുടെ ത്രെഡിങ്ങിനായി V ടൂളുകൾ ഗ്രൈൻഡ് ചെയ്യുക. ഗ്രൈൻഡ് സൈഡ് കട്ടിംഗ് ടൂൾ. ഗ്രൈൻഡ് പാർട്ടിംഗ് ടൂൾ. ഒരു പ്ലെയിൻ ബെവൽ പ്രൊട്ടക്ടർ ഉപയോഗിച്ച് ആംഗിൾ പരിശോധിക്കുക. RH LH V ടൂൾ, സൈഡ് കട്ടിംഗ് ടൂളുകൾ, പാർട്ടിംഗ് മെഷീൻ എന്നിവയെക്കുറിച്ചാണ് ഈ സെഷനിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ആശയങ്ങളും പരിശീലനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.